ഇനി അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഹോർമൂസ് ഉപരോധത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹോർമൂസിലെ ഉപരോധം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷനായ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വതന്ത്ര കപ്പൽ ഗതാഗതം പരമപ്രധാനമാണെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, എന്തായാലും നിർണായകമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറയുന്നത് പോലെ ഇറാൻ്റെ നിലപാട്, അമേരിക്കയുടെ നിലപാട്, ഇതിനൊക്കെ ഇടയിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഗതാഗതത്തെ അത് രൂക്ഷമായി ബാധിക്കുകയാണ്. എന്താണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ കൂടുതലായി ചൂണ്ടിക്കാട്ടുന്നത്? വിഷ്ണു, യൂറോപ്യൻ യൂണിയൻ വളരെ കൃത്യമായി പറയുന്നത് ഈ ഹോർമൂസിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഉപരോധങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അവർ തന്നെ, അതായത് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ തന്നെ വളരെ കൃത്യമായി പറയുന്നത്, തുടർന്നും ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ലോകത്തെ കപ്പൽ ഗതാഗതത്തെ എല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വതന്ത്രമായ ഒരു നാവിഗേഷൻ അല്ലെങ്കിൽ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന കൃത്യമായ നിലപാടും അവർ അറിയിക്കുകയും ചെയ്തു. ബ്രിട്ടനും സമാനമായ നിലപാട് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ജപ്പാൻ ഈ വിഷയത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിലപാടാണ് അറിയിച്ചത്. സ്വാഭാവികമായും ഹോർമൂസിൽ ഒരു തടസ്സമുണ്ടാക്കി ഒരു ഉപരോധം സൃഷ്ടിച്ച് ഇറാനെ വരുതിയിലാക്കാനുള്ള നീക്കം പ്രായോഗികമായി നടത്താൻ ട്രംപിനെ ഏറെ പ്രതിസന്ധികൾ നേരിടും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസിലെ ഇത്തരത്തിലുള്ള ഉപരോധം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ശക്തമായി പ്രതിരോധിക്കുമെന്ന നിലപാട് സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിലൊരു നിലപാടിൻ്റെ ഭാഗമായാണ് ആക്രമണമെങ്കിൽ ആ രീതിയിൽ തന്നെ നീങ്ങുമെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിലപാട് പ്രത്യക്ഷമായില്ലെങ്കിലും പരോക്ഷമായി ആ കാര്യം പുറത്തു വരുന്നൊരു സാഹചര്യമുള്ളത്, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുള്ളത്. അത്തരത്തിലൊരു പശ്ചാത്തലം നേരത്തെ തന്നെ ഇസ്രയേലും ഇക്കാര്യത്തിൽ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ആക്രമണം നടത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് തന്നെ നീങ്ങുമെന്ന നിലപാട് ഇസ്രയേലും അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ഹോർമൂസ് കടലിടുക്കിലെ വിഷയങ്ങൾ ആരംഭിക്കുന്നതും എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചർച്ചകൾ നടന്നിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു ചർച്ചകൾ നടന്നിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ വെടിനിർത്തലിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യമാണ് ചർച്ച ചെയ്തതെങ്കിൽ അതിൽ ആണവായുധങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനവും ആകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടന്നതെങ്കിൽ കൂടി ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ യാതൊരു ഫലവും കണ്ടില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് വീണ്ടും പ്രശ്നം സങ്കീർണമാകുന്നതിനും ഒരു സംഘർഷകലുഷിതമായ സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്ക് വഴിതെളിച്ചത്. ഐസനൊപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം അമേരിക്ക ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇറാൻ നടത്തുന്ന അല്ലെങ്കിൽ ഇറാന് ഈ ഹോർമൂസ് ആയുധമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാൻ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കൂടി ചേർന്ന അമേരിക്കയുടെ നിലപാടുകളെ മയപ്പെടുത്താനുള്ളൊരു നീക്കം തന്നെയാണോ ഇതിന് പിന്നിലുള്ളൊരു കാര്യമായി എടുത്തു പറയേണ്ടത്? ഒരു പക്ഷേ ഇറാൻ ഇത്തരത്തിലൊക്കെ നീക്കങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെയായിരിക്കും നേരത്തെയും നടത്തിയിട്ടുണ്ടാവുക. എന്നിരുന്നാൽ കൂടിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉപരോധം അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഗുരുതരമായൊരു അന്തരീക്ഷത്തിലേക്ക് ചെന്നപ്പെടാതെ എത്രയും പെട്ടെന്ന് സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുന്നിലുള്ളത്. ഈ പറയുന്നത് പോലെ ഇനിയും ചർച്ചകൾ ആവശ്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഇനിയും എത്ര നാൾ ഇങ്ങനെ നീണ്ടുപോകും? മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെയും ഈ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നുണ്ട്. ഗതാഗതം സുഗമമായി നടന്നാൽ മാത്രമേ മറ്റു രാജ്യങ്ങളിലെ സാധാരണ ജീവിതത്തെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇനി എത്ര നാളുകൾ ആകും ഇനി ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. വിഷ്ണു, ഏറ്റവും നിർണായകമായ ഒരു ആശങ്കയാണ് ലോകത്തിന് മുഴുവൻ ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിഷയമാണത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരായ ഈ ഉപരോധങ്ങൾ തുടരുകയും അല്ലെങ്കിൽ ഹോർമൂസിലെ ഉപരോധങ്ങൾ തുടരുകയും അതൊരു സംഘർഷ സാധ്യതയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇസ്രയേലും അമേരിക്കയും മാത്രമല്ല ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കും, ലബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന നിലപാട് കൃത്യമായി അറിയിക്കുകയും തുടർ ചർച്ചകൾ വേണമെങ്കിൽ ആകാമെന്നൊരു നിഗമനത്തിലെത്തുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പക്ഷേ നിലവിലെ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് ഒരു പക്ഷേ മണിക്കൂറുകൾക്കകം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു സംഘർഷകലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ആക്രമണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അമേരിക്ക തന്നെ ഇറാനെ ആക്രമിക്കുന്ന ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്യും. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും 2 ആഴ്ചത്തെ വെടിനിർത്തൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള വെടിനിർത്തൽ കാലാവധി തുടരുന്നു. തുടർ ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇനിയും ആരായുന്നതിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ ആകട്ടെ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും ഈ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ഇറാനും അതുപോലെ തന്നെ
അറബ് രാജ്യങ്ങൾക്ക് മേൽ സ്വാഭാവികമായ ഒരു ഇടപെടലിന് വേണ്ടിയുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളേക്കാൾ കാര്യക്ഷമമായ ചർച്ചകളിലേക്കും കാര്യക്ഷമമായ ഇടപെടലിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ഒരു പക്ഷേ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യം ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏത് നിമിഷവും ഒരു ആക്രമണം ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഇറാനെതിരെ നടത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള സാധ്യതകളും ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളിലും ചർച്ചകളാകാമെന്ന ഇസ്രയേലിൻ്റെ നിലപാടുകളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമാധാനം തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. എന്തായാലും ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. യെസ്, അത് തന്നെയാണ്. എന്തായാലും സമാധാന ചർച്ചകൾക്കായുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഉള്ളത്. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.